തൃതീയോധ്യായാം മഹിഷാസുരവധാം ഋഷീരുവാച നിഹന്യമാനം തത്സൈന്യം അവലോക്യ മഹാസുരാ സേനാനി ചിക്ഷുരകോപാദ് യയോ യോദ്ധുമദാംബികാം. മൂന്നാമധ്യായം മഹിഷാസുരവധം. ഋഷീരുവാച, ഋഷി പറഞ്ഞു, നിഹന്യമാനം തത് സൈന്യം അവലോക്യ മഹാസുര സേനാനി ചിക്ഷുര കോപാദ് യയോ യോദ്ധും അഥാംബിക. അഥാനന്തരം സേനാനി സേനാനായകനായ ചിക്ഷുരാ മഹാസുര ചിക്ഷുരൻ എന്ന മഹാസുരൻ തത് സൈന്യം ആ സൈന്യം അല്ലെങ്കിൽ മഹിഷാസുരൻ സൈന്യം നിഹന്യമാന്യം അവലോക്യ നിശേഷം നശിപ്പിക്കപ്പെട്ടതായി കണ്ടിട്ട് കോപത്താൽ അംബികയോട് യുദ്ധം ചെയ്യുന്നതിന് പുറപ്പെട്ടു. അനന്തരം മഹിഷാസുരന്റെ സൈന്യം നിശേഷം നശിപ്പിക്കപ്പെടുന്നതായി കണ്ട് സേനാനായകനായ ചിക്ഷുരൻ എന്ന മഹാസുരൻ കോപം മൂലം ദേവിയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. സദേവിം ശരവർഷേണാം വവർഷ സമരേ സുരാം യഥാമേരുഗിരേ ശൃംഗം തോയവർഷേണ തോയതാം. സദേവിം ശരവർഷേണ വവർഷ സമരേ അസുര യഥാ മേരുഗിരേ ശൃംഗം തോയവർഷേണ തോയത. സാസുര ആ അസുരൻ സമരേ യുദ്ധത്തിൽ ശരവർഷം കൊണ്ട് ദേവിയെ തോയവർഷേണ തോയതെന്ന് പറഞ്ഞ മേഘം തോയം എന്ന് പറഞ്ഞ വെള്ളം തോയവർഷേണ ജലവർഷം കൊണ്ട് മേരുപർവ്വതത്തിൻ്റെ ശൃംഗം യഥാ കൊടുമുടിയെ എന്ന പോലെ വർഷിച്ചു. അപ്പം ചിക്ഷുരൻ എന്ന ആ മഹാസുരൻ യുദ്ധത്തിൽ ശരവർഷം കൊണ്ട് മേഘം മഹാമേരുവിൻ്റെ ശൃംഗത്തെ എന്ന പോലെ ദേവിയെ വർഷിച്ചു. മേഘം പൊഴിയുന്ന ജലം മഹാമേരു പർവ്വതത്തെ ബാധിക്കാത്തതുപോലെ ചിക്ഷുരൻ പൊഴിച്ച ശരമാരി ദേവിയെ ബാധിച്ചില്ല എന്ന് സൂചന. മേഘമാർഗം മഹാമേരു ശൃംഗത്തേക്കാൾ താഴെ ആയതുകൊണ്ട് മേഘം പൊഴിക്കുന്ന ജലത്തിന് മേരുശൃംഗത്തെ നനയ്ക്കാൻ കഴിയുകയില്ല. അതുപോലെ ചിക്ഷുരൻ പൊഴിക്കുന്ന ശരമാരിക്ക് ദേവിയെ ബാധിക്കാൻ കഴിഞ്ഞില്ല. തസ്യ ചിത്വാ തദോ ദേവി ലീലയൈവ ശരോത്കരാൻ ജഘാനത്തുരകാൻ ബാണൈർ യന്താരം ചൈവ വാജിനാം. തസ്യ ചിത്വാ തദോ ദേവി ലീലയൈവ ശരോത്കരാൻ ജഘാന തുരകാൻ ബാണേർ യന്താരം ചൈവ വാജിനാം. തഥാ പിന്നീട് ദേവി അംബികാദേവി ബാണേ തസ്യ അവൻ്റെ അല്ലെങ്കിൽ ബാണങ്ങളാൽ അവൻ്റെ ശരോത്കരാൻ ശരസമൂഹങ്ങളെ ലീലയാ ഏവ ചിത്വ കളിയായി തന്നെ ഛേദിച്ചിട്ട് തുരകാൻ കുതിരകളെയും വാജിനാം യന്താരം കുതിരകളെ നിയന്ത്രിക്കുന്നവരെയും അല്ലെങ്കിൽ സാരഥിയെയും ജഘാന കൊന്നു. പിന്നീട് ദേവി കളിയായെന്ന പോലെ നിഷ്പ്രയാസമായി അവൻ്റെ ബാണസമൂഹങ്ങളെ ഛേദിച്ചിട്ട് അവൻ്റെ കുതിരകളെയും സാരഥിയെയും വധിച്ചു. ചിച്ഛേദച്ച ധനുസ്സദ്യോ ധ്വജം ചാതിസമുച്ഛ്രിതം വിവ്യാദ ചൈവ ഗാത്രേഷു ഛിന്നധന്വാനമാശുഗൈ. ചിച്ഛേദച്ച ധനു സദ്യോ ധ്വജം ച അതിസമുച്ഛ്രിതം വിവ്യാദ ചൈവ ഗാത്രേഷു ഛിന്നധന്വാനം ആശുകൈ. സദ്യ ഉടൻ തന്നെ ആശുകങ്ങളാൽ അല്ലെങ്കിൽ അമ്പുകളാൽ ധനു വില്ലിനെയും അതിസമുച്ഛ്രിതം അത്യുന്നതമായ ധ്വജത്തെയും ചിച്ഛേദ മുറിക്കുകയും ഛിന്നധന്വാനം വില്ലുമുറിഞ്ഞവനായ അവനെ ഗാത്രേഷു ഏവ ശരീരഭാഗങ്ങളിലെല്ലാം വിവ്യാദജ വേദനം ചെയ്യുകയും ചെയ്തു. ഉടൻ തന്നെ ദേവി അസ്ത്രങ്ങളാൽ ചിക്ഷുരന്റെ വില്ലും അത്യുന്നതമായ കൊടിമരവും മുറിക്കുകയും വില്ലു മുറിഞ്ഞ മഹാസുരന്റെ സർവാംഗങ്ങളിലും ബാണങ്ങളാൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. സഛിന്നധന്വാ വിരതോ ഹതാശോ ഹതസാരഥീം അഭ്യതാവദതാം ദേവീം ഖഡ്ഗചർമ്മധരോസുരാം. സഛിന്നധന്വാ വിരതോ ഹതാശോ ഹതസാരഥി അഭ്യതാവദ താം ദേവീം ഖഡ്ഗ
ചർമ്മ ധരോ അസുര, ചിന്നധന്വ വില്ലുമുറിഞ്ഞവനും, വിരഥ തേരില്ലാത്തവനും അല്ലെങ്കിൽ തേര് നശിച്ചവനും, ഹതാശ്വ കുതിരകൾ കൊല്ലപ്പെട്ടവനും അല്ലെങ്കിൽ കുതിര നശിച്ചവനും, ഹതസാരഥി കൊല്ലപ്പെട്ട സാരഥിയോട് കൂടിയവരുമായ സാസുര ആസുരൻ, ഖഡ്ഗ ചർമ്മധര വാളും പരിചയം ധരിച്ചവനായിട്ട്, താം ദേവിയും ആ ദേവിയെ അഭ്യതാവത നേർക്ക് പാഞ്ഞു ചെന്നു. വില്ലും തേരും നശിച്ചവനും കുതിരകളും സാരഥിയും മരിച്ചവനുമായ ആ അസുരൻ വാളും പരിചയം ധരിച്ചുകൊണ്ട് ദേവിക്ക് അഭിമുഖമായി പാഞ്ഞു ചെന്നു.